അമേരിക്ക ഇറാൻ സംഘർഷ സാധ്യതകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം അമേരിക്കയുടെ ജനജീവിതം ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. വിമാന സർവീസുകളടക്കം നിർത്തിവച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ വടക്കുകിഴക്കൻ മേഖലകളിൽ വീശിയടിച്ച അതിശക്തമായ ശൈത്യകാല കൊടുങ്കാറ്റിലും മഞ്ഞുവീഴ്ചയിലും ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. 8 സംസ്ഥാനങ്ങളിൽ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടുള്ള മഞ്ഞുവീഴ്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ചൊവ്വാഴ്ച വരെ 11,000-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ന്യൂയോർക്ക്, ബോസ്റ്റൺ തുടങ്ങിയ നഗരങ്ങൾക്കിടയിലുള്ള ട്രെയിൻ സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇതിന്റെ ആഘാതം തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് വിർജീനിയ മുതൽ മസാച്യുസെറ്റ്സ് വരെയുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. ഏകദേശം 5 ലക്ഷത്തിലധികം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് നിലവിൽ ഇരുട്ടിലായിരിക്കുന്നത്. മസാച്യുസെറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കനത്ത മഞ്ഞും കാറ്റും കാരണം വൈദ്യുതി ലൈനുകൾ തകർന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. മരങ്ങൾ കടപുഴകി വീണതും ഗതാഗതത്തെയും വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളെയും സങ്കീർണമാക്കുന്നുണ്ട്. റോഡ് ഗതാഗതം ദുസ്സഹമായതോടെ പലയിടങ്ങളിലും ഡ്രൈവർമാർക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മസാച്യുസെറ്റ്സിൽ റോഡുകളിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്ന് ഗവർണർ മൗറ ഹീലി നിർദ്ദേശിച്ചു. മാൻഹട്ടനിലെ സെൻട്രൽ പാർക്കിൽ 20 ഇഞ്ചും റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസിൽ 32.8 ഇഞ്ച് മഞ്ഞ് വീഴ്ചയാണ് രേഖപ്പെടുത്തിയത്. ഇത് 1978 ശേഷമുള്ള ഏറ്റവും ഉയർന്ന റെക്കോർഡാണ്. റോഡുകളിലെ മഞ്ഞ് നീക്കം ചെയ്യുന്ന ജീവനക്കാർക്ക് പോലും കാഴ്ചപരിധി കുറഞ്ഞത് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. ന്യൂയോർക്ക് നഗരത്തിൽ സ്ഥിതിഗതികൾ നേരിയ തോതിൽ മെച്ചപ്പെട്ടതിനെ തുടർന്ന് സ്കൂളുകൾ ചൊവ്വാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ കാറ്റും തണുപ്പും തുടരുകയാണ്. ഊർജ്ജ ആവശ്യകത വർദ്ധിച്ചതോടെ പ്രകൃതിവാതക വിലയിൽ വർധനവുണ്ടായി. വരും ആഴ്ചകളിലും പുതിയ കൊടുങ്കാറ്റുകൾക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചന കേന്ദ്രങ്ങൾ അറിയിച്ചു. ദുരിതബാധിത പ്രദേശങ്ങളിൽ അടിയന്തര സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ്. അതേസമയം ദുരന്ത സമയത്ത് സഹായം നൽകുന്ന ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന് കീഴിലാണ്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സമീപകാല മാരകമായ ഏറ്റുമുട്ടലുകളെ തുടർന്ന് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് രീതികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം നിലനിൽക്കുന്നതിനാൽ അതിന്റെ ബജറ്റ് നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏജൻസിക്ക് അടിയന്തര ദുരന്ത നിവാരണം നൽകാൻ കഴിയുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.